एक दिन ഒരു ദിവസമായിട്ടെ നട്കറിനെ ഹദ് ഹി ഹർദി എന്താ ഹദ് ഹി പരിധി വിട്ടു. അവൻ ഒരു ദിവസം പരിധി വിട്ടു. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കടന്നു കിടന്ന് ഓരോ ദിവസവും ഇങ്ങനെ കടന്നു കിടന്ന് ഒരു ദിവസം എന്ത് ചെയ്ത് ഹദ് ഹി ഹർദി. എന്താ ഹദ് ഹി ഹർദി എന്ന് വെച്ചാൽ അവൻ പരിധി ലംഘിച്ചു. അവൻ പരിധി കടന്നു. എന്താണ് ദോനോ ഭായി സ്കൂൾ സേ ലൗട്ട് രഹേത്തെ. അങ്ങനെ ഒരു ദിവസം പരിധി എന്താ കടന്നതെന്നാണ് പറയുന്നത്. ദോനോ ഭായ് രണ്ടുപേരും കൂടെ സ്കൂൾ സേ ലൗഡ്നാ സ്കൂളിൽ നിന്ന് മടങ്ങി വരിക. സ്കൂളിൽ നിന്ന് ഇങ്ങനെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നദീക്ക പുലായ എവിടെ എത്തിച്ചേർന്ന് നദിയിലെ പുൽ ആയ പാലത്തിനടുത്തെത്തി. തോ നട്കട്ട് പുൽപർ ചടിനേക്കെ ബജായി. നട്കട്ട് എന്ത് ചെയ്ത് പുൽപർ പാലത്തിലേക്ക് ചടിനേക്കെ ബജായി കയറുന്നതിനു പകരം നീച്ചേ ഉധർ ഗയാ എവിടേക്ക് ഇറങ്ങിപ്പോയി താഴേക്ക് ഇറങ്ങിപ്പോയി. അവൻ പാലത്തിലേക്ക് കയറിയോ പാലത്തിൽ കയറിയില്ല. പകരം എന്ത് ചെയ്ത് അവൻ നീച്ചേ ഉധർ ഗയാ और നദി കിനാരെ ജാ പൗഞ്ച എവിടെ എത്തിച്ചേ താഴേക്ക് ഇറങ്ങി എവിടെ എത്തിച്ചേർന്ന് നദി കിനാരെ നദിക്കരികിലായിട്ട് എത്തിച്ചേർന്നു. ബസ്തേമേം എന്താ ബസ്ത എന്ന് വെച്ചാൽ പുസ്തകരേഖിനേക്കാ ധൈലിയാണ് പുസ്തകം വെക്കുവാനുള്ള സഞ്ചി ബാഗ് അതിനെയാണെന്ന് പറയുന്നത് ബസ്തേന്ന്. ബസ്തേമേം പഹലേസേ ബനാക്കർ എന്താ പഹലേസേ ബനാക്കർ എന്ന് വെച്ചാൽ മുന്നേ ഉണ്ടാക്കിയ പകലേസേ ബനാക്കർ മുന്നേ ഉണ്ടാക്കിയ രഖി വെച്ചിരുന്ന ഹുയി കാഗസ് കി ദോ നാവേം. എന്താ കാഗസ് കി ദോ നാവേ എന്ന് വെച്ചാൽ രണ്ട് കടലാസ് വള്ളങ്ങൾ നികാലി എന്ത് ചെയ്ത് എടുത്തു. അപ്പോൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ബാഗിനകത്ത് കടലാസ് വള്ളങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പുറത്തേക്ക് എടുത്തിട്ട് അവർ ഏക്കേക്ക് കർക്കി ഓരോന്നോരോന്നായിട്ട് ബഹുത്തെ പാനീമേം ചോടുതീ ബഹുത്തെ പാനീമേം ആ ഒഴുകുന്ന വെള്ളത്തിലേക്ക് എന്ത് ചെയ്ത് ചോടുതീ അങ്ങോട്ട് ഇട്ടു. ആ കാഗസ് നാവ് ഏത് ബഹുത്തെ പാനീമേം ആ ഒഴുകിയ വെള്ളത്തിലേക്ക് ഒഴുക്കി. നാവ് ബഹു ചലി അങ്ങനെ നാവ് ആ വള്ളം എന്ത് ചെയ്ത് ബഹു ചലി ബഹിനാന്ന് വെച്ചാൽ തന്നെ ഒഴുകുക ബഹുചലി ഒഴുകിക്കൊണ്ടേയിരുന്നു. തോ നട്കട്ട് ഖുഷ് ഹോക്കർ എന്താ ഖുഷ് ഹോക്കർ എന്ന് വെച്ചാൽ സന്തോഷത്തോടു കൂടിയിട്ട് താലിയാം ബജാന ഹരഘോഷം മുഴക്ക കൈയടിച്ചു. ആ വെള്ളത്തിൽ ഇങ്ങനെ ആ നമ്മുടെ നാവ് കാഗസ് കി നാവ് ആ കടലാസ് വെള്ളം ഒഴുകിപ്പോകുന്ന കണ്ടപ്പോൾ അവൻ കൈയടിച്ച് ആഘോഷിച്ചു. അപ്പോഴോ ഉധർ വേറൊരു ഭാഗത്തായിട്ട് പുൽപർ ആ പാലത്തിൽ പഹുഞ്ച് ചുക്കെ എത്തിച്ചു കഴിഞ്ഞിരുന്ന ചട്പടിനെ പീച്ചേ മുട്കർ ദേക്കാ എന്ത് ചെയ്ത് പീച്ചേ മുട്കർ ചട്പട് എന്ത് ചെയ്ത് പീച്ചേ മുട്കർ ദേക്കാ പുറകോട്ട് തിരിഞ്ഞു നോക്കി. തോ നട്കട്ട് നഹിം ദിഖ ആരെ കണ്ടില്ല. നട്കട്ടിനെ കണ്ടോ. നട്കട്ട് അവിടെ നേരത്തെ എന്ത് ചെയ്ത് നദിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നട്കട്ടിനെ കണ്ടില്ല. ചട്പട്ട് ഖബരാഗയ പേടിച്ചു പോയി അല്ലേ. ഇത് കണ്ടപ്പോൾ പീച്ചെ മുട്കർ ദേക്ക പുറകോട്ട് നോക്കിയപ്പോൾ ആരില്ല അവിടെ നട്കടില്ല. തബ് ചട്പട്ട് കോ ക്യാ ഹുവാ ഖബരാ ഹോ ഗയാ അവൻ പേടിച്ചു പോയി. ഔർ നട്കട്ട് കഹാം ഹേ നട്കട്ട് എവിടെയാണ്. താലി ബജിനേക്ക് ആവാസ് സുൻകർ ആ താലി ബജിനേക്ക് ആ ഖരഘോഷം മുഴക്കുന്ന ശബ്ദം കേട്ടപ്പോൾ നീച്ചേ ദേക്ക എവിടേക്ക് നോക്കി നീച്ചെ താഴത്തേക്ക് നോക്കി. തോ നട്കട്ട് നീച്ചേ നദി കിനാരെ ഖടാദിയ എവിടെ നിൽപ്പുണ്ട് നദി കിനാരെ എന്ന് വെച്ചാൽ എന്താണ് നദിക്കരികിലായിട്ട് ഖടാദിഖ നിൽക്കുന്നതായിട്ട് കണ്ടു. ചട്പട്ട് കോ ഉസ് പർ ബഡാ ഗുസ്സ ആയ എന്താ ബഡാ വലിയ ഗുസ്സ എന്താ ഗുസ്സ എന്ന് വെച്ചാൽ ദേഷ്യം ഭയങ്കരമായ ദേഷ്യം ആയ വന്നു അല്ലയോ. കുസൃതി അല്ലയോ കാണിച്ചത് വലിയൊരു കാര്യമാണ് വലിയൊരു തെറ്റാ ചെയ്തിരിക്കുന്നത്. ചട്പടല്ല നട്കട് എന്ത് ചെയ്തിരിക്കുന്നത് നദിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചട്പടിന് എന്ത് ചെയ്തു ഉസ് പർ ബഡാ ഗുസ്സ ആയ സോർ ഉച്ചത്തിൽ സേ ചുല്ലാക്കർ ബഹളം വെച്ചോണ്ട് ബോല പറഞ്ഞു. അവൻ ഉച്ചത്തിൽ ബഹളം വെച്ചോണ്ട് അരേ ചോട്ടേ ചെറുക്ക കുഞ്ഞേ തും വഹാം നീച്ചെ ക്യാ കർ രഹേ ഹോ വഹാം നീച്ചെ അവിടെ താഴെ ക്യാ കർ രഹേ ഹോ നീ എന്തു ചെയ്യുക. നട്കടിനെ ചൗങ്കർ ഊപ്പർ ദേക്ക ചൗങ്കർ ഞെട്ടിക്കൊണ്ട് ഊപ്പർ ദേക്ക മുകളിലേക്ക് നോക്കി. ഔർ നദി കിനാരെ രഖ നദി കിനാരെ രഖ ആ നദിക്ക് സമീപത്തായി വെച്ചിരുന്ന ബസ്ത എന്ന് വെച്ചാൽ എന്താണ്
പുസ്തക് രഹിനേക്കാ ധൈര്യമാണ്. ആ ബസ്ത ബാഗ് എടുത്തുകൊണ്ട് ഉഡാനേക്കയിൽ എടുക്കാനായിട്ട് ചുക്ക കുനിഞ്ഞു. അവൻ പെട്ടെന്ന് എന്ത് ചെയ്ത് ധൈര്യം എടുക്കാനായിട്ട്, ആ സഞ്ചി എടുക്കാനായിട്ട്, ബാഗ് എടുക്കാനായിട്ട് കുനിയുകയും അച്ചാനക് ഉസ്ക പാവ് എന്താ ഉസ്ക അവൻ്റെ ബാഹു പ്ലസ്ക ഉസ്ക പാവ് കാല് ഫിസല. എന്താ ഫിസലനാന്ന് വെച്ചാൽ തെന്നുക. അവൻ്റെ കാല് വഴുതി. പെട്ടെന്ന് അവൻ ബാഗ് എടുക്കാനായിട്ട്, ആ നദിക്കരയിലിരിക്കുന്ന ബാഗ് എടുക്കാനായിട്ട് കുനിഞ്ഞതും അവൻ്റെ കാലൊന്ന് വഴുതി. അവർ ബഹുപാനി മെങ്കിർപ്പട, അവൻ എവിടേക്ക് വീണ്? വെള്ളത്തിലേക്ക് വീണു പോയി. ആര്? നമ്മുടെ നട്കട്ട്. പാനിക്ക ബഹാവ് തേസ്ത. പാനിക്ക ബഹാവ്, ആ ഒഴുക്ക്. എന്താ ബഹാവ് എന്ന് വെച്ചാൽ ആ ഒഴുക്ക് എന്തായിരുന്നു? തേസ്ത, വളരെ ശക്തമായ ഒഴുക്കായിരുന്നു. ആ ഒരു നട്കട്ട് കോ തൈർന നഹിമാത. നമ്മുടെ നട്കട്ടിന് എന്തോ അറിയത്തില്ല, തൈർന. എന്താ തൈർന എന്ന് വെച്ചാൽ നീന്തൽ. അവന് എന്തോ അറിയത്തില്ല, നീന്തലും അറിയത്തില്ലായിരുന്നു. ആ ഓർ എന്ത് ചെയ്ത് ആളുകൾ എന്ത് ചെയ്ത് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ഓർ നഹിമാത വാ അറിയില്ല. ബഹുഗയ, അവൻ എന്ത് ചെയ്ത് ഇങ്ങനെ അങ്ങനെ ഒഴുകിപ്പോയി. ഡൂബത്തെ ഉദരാത്തെ ദൂർ ജാനേലക, അവൻ മുങ്ങിയും പൊങ്ങിയൊക്കെ എന്ത് ചെയ്ത് അവൻ ദൂർ ജാനേലക, അങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകാനായിട്ട് തുടങ്ങി. ചട്പട്ട് കോ തൈർന ആധാത. എന്നാൽ ചട്പടിന് എന്തറിയാം? തൈർന. എന്താ തൈർന എന്ന് വെച്ചാൽ നീന്തൽ അറിയാമായിരുന്നു. ഉസ്നെ വൗ പ്ലസ്നെ ഉസ്നെ ചട് പെട്ടെന്ന് അപ്പന ബസ്ത തൻ്റെ ബാഗ് പീഡ് സെ ഉധാർക്കർ, പീഡ് എന്ന് വെച്ചാൽ മുതുക്, പുറത്ത് നിന്ന് ഉധാർക്കർ എടുത്ത് പുൽക്കി മുണ്ടേർപ്പർ, മുണ്ടേർ എന്ന് വെച്ചാൽ അറിയാലോ കൈവരി, ആ പുൽ പാലത്തിൻ്റെ കൈവരിയിലായിട്ട് രേഖ വെച്ചു. ആ ഒരു നദീമേം കൂതുപട. എന്താ കൂതുപടന? ചാടുക, നദിയിലേക്ക് ചാടി. ദോടി ദൂർ തൈർനേക്കെ ബാദ്, കുറച്ച് ദൂരം. തൈർനേക്കെ ബാദ്, എന്താ തൈർനേക്കെ ബാദ്? നീന്തിയതിന് ശേഷം ഹി ഉസ്നെ നട്കട്ട് കോ പകടിലിയ, അവൻ ആരെ പിടിച്ചു? നട്കട്ട് കോ പകടിലിയ, അവൻ നട്കട്ടിനെ പിടിച്ചു. അവർ കിനാരെ പർ ലേ ആയ, എവിടെ കൊണ്ടുവന്ന് പിടിച്ച്? എവിടെ കൊണ്ടുവന്നു? കിനാരെ പർ. എന്താ കിനാരെ പർ എന്ന് വെച്ചാൽ അരികിലേക്ക്, ലേ ആയ കൊണ്ടുവന്നു. ചട്പട്ട് കോ ഇത്തന ഗുസ ആ രഹാത്ത, ചട്പന് ഇത്ര കണ്ടങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്തെന്നാൽ നട്കട്ട് കോ ദോ ചാപട്ടിലക്കായി, രണ്ട് തൊഴി, രണ്ട് അടി വെച്ച് കൊടുക്കാൻ, ചാപട്ടിലക്കാൻ അടിക്കുക, രണ്ട് അടി വെച്ച് കൊടുക്കാനുള്ള അത്രോളം ദേഷ്യം ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ചട്പടിനുണ്ടായിരുന്നു. पर नटखट इतना डरा और घबराया. പക്ഷേ നട്കടോ ഇത്തന ഡര, അവൻ പേടിച്ചുപോയി, പേടിച്ചുപോയി. അവർ ഖബരായ, ഭയന്നുപോയി. हुआ था कि उसे छोटे भाई पर प्यार आया. हुआ था कि उसे, അവന് छोटे भाई पर, അവന് ആ ഇളയ സഹോദരനോട് എന്ത് വന്നു? സ്നേഹം വന്നു. അവന് ഇതൊക്കെയാണെങ്കിൽ അടി കൊടുക്കാനും ഒക്കെ തോന്നി. അവന് കാണിച്ചൊക്കെ ആ കൊള്ളരുതായ്മയൊക്കെയാണ്. എന്നാൽ എന്ത് ചെയ്ത്? അതൊന്നും അവൻ കാണിച്ചില്ല. അവൻ എന്ത് ചെയ്ത്? ചോട്ടെ ഭായി पर प्यार आ गया. ഉസ്നെ നട്കട്ട് കാ ഹാത്ത് പകടേ, അവൻ നട്കടിൻ്റെ ഹാത്ത് പകടേ കൈ പിടിച്ച് ഉസ്കാ ബസ്ത ഉടായ, അവൻ്റെ എന്ത് ചെയ്ത്? ബസ്ത എന്ന് വെച്ചാൽ ബാഗ്. ഉസ്ക എന്ന് പറയുമ്പോൾ എന്താണ്? വഹു പ്ലസ് ക. ഉസ്കാ ബസ്ത ഉടായ, അവൻ്റെ ആ ബാഗ് എടുത്ത്. और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा. पुल तक കയറ്റം, പാലത്തോളം, പാലം വരെ, പൗഞ്ചാനി വാലി എത്തിച്ചേരുവാനുള്ള ചടായി, ആ കയറ്റം. ചടായി എന്ന് വെച്ചെന്താണ്? ആ കയറ്റം അങ്ങോട്ട് ചടിനേലക, അവൻ കയറി. ആ മുകളിലേക്ക് അവനെ ബാഗും എടുത്ത് അവനെയും പിടിച്ച്, നട്കട്ടിനെയും പിടിച്ചുകൊണ്ട് എന്ത് ചെയ്ത്? മുകളിലേക്ക് കയറി. പുൽ പെർ പൗഞ്ചാഹിദ, അങ്ങനെ എന്ത് ചെയ്ത്? അവൻ ആ പുൽ പാലത്തിൻ്റെ അടുക്ക് എത്തിച്ചേർന്നപ്പോൾ നട്കട്ട് അചാനക് ഗലാഭാടുക രോനേലക, ഗലാഭാടുക തോണ്ടയിടര് ഒച്ചത്തിൽ അങ്ങോട്ട് രോനേലക, അങ്ങോട്ട് കരഞ്ഞു. ആര്? നട്കട്ട് പെട്ടെന്നാണ് ഒച്ചത്തിൽ അങ്ങോട്ട് കരഞ്ഞത്. ചട്പട്ടിനെ കഹ, അപ്പോൾ ചട്പടി പറഞ്ഞു, അബ് തോ തും ബഹുജാനേസെ ബച്ച് ഗയേ ഹോ, ബഹുജാനേസെ ഒഴുകിപ്പോകുന്നതിലും ബച്ച് ഗയേ ഹോ, നീ രക്ഷപ്പെട്ടല്ലോ. ഫിർ ക്യോം രോ രഹേ ഹോ, നീ പിന്നെ എന്തിനാ കരയുന്നത്? നീ വെള്ളത്തിലൊന്നും ഒഴുകിപ്പോയില്ലോ, ഒഴുകിപ്പോകാതെ തന്നെ രക്ഷപ്പെട്ടല്ലോ, പിന്നെ എന്തിനാ നീ കരയുന്നത്? അപ്പോൾ നട്കടിനെ രോത്തേ കഹ, കരഞ്ഞുകൊണ്ട് പറഞ്ഞ്, തും ഘർ ജാക്കർ മാംസേ മേരി ശിക്കായത്ത് കരയെങ്കി. എന്താ കാര്യം? എന്താണ് കരയാൻ കാര്യം? എന്താ കാര്യം? അമ്മയോട് തും ഘർ ജാക്കർ, വീട്ടിൽ ചെന്നിട്ട്
മാംസേ അമ്മയോട് മേരി ശിക്കായത്ത് എന്നെക്കുറിച്ചുള്ള പരാതികൾ ശിക്കായത്ത് കരോഗെ പറയുമല്ലോ. നീ ചെന്ന് അമ്മയോട് എന്തു ചെയ്യും? എൻ്റെ കുസൃതിത്തരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഞാൻ ഈ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നീ പറയത്തില്ലയോ? അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറയും. അഗർ നാ കരും തോ, അങ്ങനെ ചെയ്തില്ലെങ്കിലോ? തോ ജോ കഹോ, നീ പറ. നട്കട്ട് കാ രോന ബന്ധു ഹോ ഗയ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ പറയത്തില്ല, നീ വയ്ക്കുക, ഞാൻ പറയത്തില്ല, പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് യോജോ പറഞ്ഞ് നട്കട്ട് കാ രോന ബന്ധു ഹോ ഗയ, കരച്ചിൽ അങ്ങോട്ട് നിർത്തി. അവർ മുച്ചേ കാഗസ് കി നാവ് ബനാന നിഹിയാത്ത, എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തറിയത്തില്ല, കാഗസ് കി നാവ് ബനാന, തോണി ഉണ്ടാക്കാൻ, കടലാസ് തോണി ഉണ്ടാക്കാൻ എനിക്കറിയില്ല. തും സിഖാദേങ്കെ, നിന്നെ എന്ത് ചെയ്യാം, ഞാൻ പഠിപ്പിക്കാം. എന്ത് ചെയ്യാം? മൈം അതെ ഉസ്മേ ക്യാ ഹേ, അതിനകത്തെന്തുവാ? നട്കട്ട് ഖുഷ് ഹോക്കർ ബോല, നട്കട്ട് സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു, പർ മുझे തൈർന നഹിയാത്ത, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നീന്തൽ അറിയത്തില്ല. തും സിഖാദേങ്കെ, നിനക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റുമല്ലോ. അതെ ഉസ്മേ ക്യാ ഹേ. അപ്പം ചട്പടിനെ മുസ്കുരാത്തെ ഹുയെ, പുഞ്ചിരിച്ചുകൊണ്ട്, നട്കട്ട് കെ ശബ്ദോം കി, നട്കടിൻ്റെ ആ ശബ്ദത്തിലെ, ആ വാക്കുകളിലെ, നട്കടിൻ്റെ വാക്കുകളിലുള്ള വാക്കുകൾ എന്ത് ചെയ്യും? നഗൽ കി. എന്താ നഗൽ കി എന്ന് വെച്ചാൽ അനുകരിച്ചു. അവർ ദോനോ ഭായി ഹാസ്പടെ, അങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്ത് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ നീന്തൽ അറിയാൻ വയ്യാത്ത നമ്മുടെ നട്കടിന് നീന്തൽ പഠിക്കാം, കാഗസ് കി നാവ് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്ത ചട്പടിന് എന്ത് ചെയ്യാം, അതുണ്ടാക്കാനും പഠിക്കാം. അപ്പോൾ അങ്ങനെ ആയി. അതുകൊണ്ട് അവർ ഇത് രണ്ടും പറഞ്ഞിട്ട് അവരെന്ത് ചെയ്ത്, അവർ പൊട്ടിച്ചിരിച്ചു. ലേക്കിൻ ചട്പടിനെ നട്കട്ട് കാ ബസ്ത ഉസേ പകടാക്കർ പുൽക്കി മുണ്ടേർ पर से अपना बस्ता उड़ाया. ലേക്കിൻ എന്നാലേ ചട്പടിനെ നട്കട്ട് കാ ബസ്ത, നട്കടിൻ്റെ ആ ബാഗ്, ഉസേ പകടാക്കർ അവനെ പിടിപ്പിച്ചുകൊണ്ട്, പുൽക്കേ മുണ്ടേർ पर से ആ പുലിൻ്റെ പാലത്തിൻ്റെ മുണ്ടേർ കൈവരിയിലിരുന്ന അപ്പനാ ബസ്തുടായ തൻ്റെ ബസ്ത എടുത്തുകൊണ്ട്, തോ ഏകദം ചിന്തിതു ഹോക്കർ പോല, രണ്ടുപേരും ചിന്താകുലരായിക്കൊണ്ട് പറഞ്ഞു, അരേ ചോട്ടേടാ നട്കടേ ഹം ദോനോം കെ കപ്പടെ ഭീഗ് ഗയേ ഹേ, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം എന്ത് ചെയ്തിരിക്കുന്നത്? ഭീഗ് ഗയേ. എന്താ ഭീഗ് ഗയേ? നനഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞതാണല്ലോ. ഹമേം ഭീഗേ കപ്പടേമേം ദേക്ക് മാം പൂച്ചേകി, അല്ലയോ? അമ്മ ചോദിക്കും. എന്താ ചോദിക്കുന്നത്? ഭീഗേ കപ്പടേമേം ദേക്ക്. ആ നനഞ്ഞ വസ്ത്രം കാണുമ്പോഴേ അമ്മ ചോദിക്കും, ഹീ ക്യാ ഖഹേങ്കേ, എന്തു പറയും നമ്മൾ അന്നേരം? നനഞ്ഞ വസ്ത്രം കാണുമ്പോൾ അമ്മയോട് എന്താ പറയുന്നത്? ഹാംബിടെ, അതേ ചേട്ടാ. അപ്പോഴേ നട്കടിനെ ഏക്ക് പൽ സോച്ച, ഏക്ക് പൽ, എന്താ പല്ലെന്ന് വെച്ചാൽ നിമിഷം, ഒരു നിമിഷം ചിന്തിച്ചു. അവർ പോലെ എന്നിട്ട് പറഞ്ഞു, ആവോ ദൗഡ് ലഗാത്തെ, നമുക്ക് എന്ത് ചെയ്യാം? ഓടിപ്പോകാം. തേസീസെ ഭാഗിന എന്നാണ് ദൗഡ്. നമുക്ക് എന്ത് ചെയ്യാം? വേഗത്തിൽ ഓടാം, നമുക്ക് ഓടുക പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ കപ്പടെ അപ്പനെ ആ സൂക്ക് ജായെങ്കിൽ, എന്താ സൂക്ക് ജായെങ്കിൽ ഉണങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? ഓടുമ്പോഴെന്ത് ചെയ്യും? വസ്ത്രം അങ്ങ് ഉണങ്ങിക്കൊള്ളും. അതെ ഏക് ടീക്ക്, ഇത് ശരിയാണല്ലോ. ചട്പടിനെ അപ്പന ബസ്ത പീഡ് പർ ഡാങ്ക് തേഹു, എന്താ ഡാങ്കിനാന്ന് വെച്ചാൽ തൂക്കിയിടുക, മുതുകത്ത് തൂക്കിയിട്ടുകൊണ്ട് കഹ പറഞ്ഞു, അത് ശരിയാ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ഓടാം എന്ന് പറഞ്ഞു. നട്കടിനെ ഭീ അപ്പന ബസ്ത പീഡ് പർ ഡാങ്ക്, നട്കടും എന്ത് ചെയ്ത്? അപ്പന ബസ്ത, അവൻ്റെ ബാഗ് എടുത്ത് പീഡ് പർ മുതുകിലാക്കി തൂക്കിയിട്ട്, അവർ ചട്പടിനെ എന്ത് ചെയ്ത്? ബരാബർ ഖടേ ഹോക്കർ, ചട്പടിന് തുല്യമായിട്ട്, ചട്പട് ഓടുന്നതിന് നേരത്തെ തീരെ തീരെ വന്നിരുന്ന നട്കട് ചട്പട് ഓടുന്നതിന് സമാനമായി കൊണ്ട് ദൗഡ് ശുരു കർണേക്കി, അല്ലയോ? ഓടാനായിട്ട് ആരംഭിക്കാൻ അന്താസ്, ആ രീതി, ആ സ്വഭാവം, അല്ലയോ? ചട്പട് എന്ത് ചെയ്ത്? ചട്പട് ഓടുന്നതിന് തുല്യമായ രീതി, അതേ നിരത്തിൽ, അതേ രീതിയിൽ തന്നെ ആരും ഓടി? നമ്മുടെ നട്കടു അങ്ങോട്ട് ഓടാൻ തുടങ്ങി. അന്താസ്മിയും പോലെ. അപ്പോൾ അതിനിടയിൽ പറഞ്ഞു, ഏക് ദോ തീൻ ദോനോം ദൗഡ്പടേ, അവർ എന്ത് ചെയ്ത്? ഓടാൻ അങ്ങോട്ട് തുടങ്ങി. ദൗഡ്പടേ ആകെ പീച്ചനിക്കും, മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല, രണ്ടുപേരും ഒരേപോലെ. ഏക്ക് ദൂസരേക്ക് ഹാത്ത് പകടുക്കർ സാത്ത്, ഇല്ലയോ? ഒരാൾ അടുത്ത ആളുടെ കയ്യെ പിടിച്ചുകൊണ്ട് ഒന്നിച്ച്
അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്ത് അവിടെ നിന്നും ഓടി. അങ്ങനെ സർദിയാം ആ തണുപ്പൊക്കെ എന്ത് ചെയ്ത് അഭിഷുരു നഹിം ഹുയിഥി നന്നായിട്ടൊന്നും ആ ഛർദി ആ തണുപ്പൊന്നും മാറിയതൊന്നുമില്ല. മൗസം എന്ന് വെച്ചാൽ കാലാവസ്ഥ എന്ത് ചെയ്ത് ആ അന്തരീക്ഷമൊക്കെ നന്നായി. ചട്കീലി ധൂപ് നികൽ ഹുയിത് എന്താ ചട്കിലി ചമക്കിലി തിളക്കമുള്ള വെയിലുകളൊക്കെ നികലി ഹുയിഥി കടന്നു വന്നിരുന്നു. ദോനോ ഭായി മസേക് മീൻ ദൗഡ്തേ ചലേ ഗേ രണ്ടുപേരും എന്ത് ചെയ്ത് ആഹ്ലാദത്തോടുകൂടി മസേ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി രണ്ടുപേരും എന്ത് ചെയ്ത് ഓടി. നാലാ പാർക്കിയ അങ്ങനെ എന്ത് ചെയ്ത് ആ തോടങ്ങ് കടന്നു. പാർക്കിയ ബാഗു പാർക്കിയ തോട്ടം കടന്നു. കേത്തു പാർക്കിയ നമ്മുടെ വയൽ കടന്നു. ബർഗത് കോഫി പീച്ചെ പീച്ചേ ദിയാ എവിടിൻ്റെ ബർഗതിന് പിന്നിൽ എത്തി. ലേക്കിൻ പോക്കർ തക്ക് പൗഞ്ചത്തെ ദോനോം ദഗുകൈ പോക്കർ വരെ എത്തിച്ചേർന്നപ്പോൾ എന്ത് ചെയ്ത് പൗഞ്ചത്തെ എത്തിച്ചേർന്നപ്പോൾ ദോനോം ദഗുകൈ രണ്ടുപേരും എന്ത് ചെയ്ത് ക്ഷീണിച്ചു പോയി. കപ്പടെ സൂഖ് ഗേ അങ്ങനെ എന്ത് ചെയ്ത് ഓടി. വസ്ത്രമെല്ലാം ഉണങ്ങി. ചോട്ടെ ചട്പടിനെ ഹാമ്പത്തെ ഹുയേ അണച്ചുപോയി. ചട്പട് എന്ത് ചെയ്ത് അങ്ങ് നല്ലായി അണച്ചു. ലേക്കിൻ കുഷ് ഹോത്തേ ഹുയെ കഹ അണച്ചെങ്കിലും നല്ല സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ചട്പട് പറഞ്ഞു കപ്പട എന്ത് ചെയ്ത് സൂഖ് ഉണങ്ങി. അതെ ബഡേ വാക്കൈ വാസ്തവമേയും വാക്കൈ എന്ന് വെച്ചാൽ വാസ്തവത്തിൽ നിന്നാണ്. കപ്പടേ തോ സൂക്ക് ഗയേ ബഡേ അതേ ചേട്ടാ എന്ത് ചെയ്ത് തുണി ഉണങ്ങി. നട്കഡിനെ ഭീ കുഷ് ഹോക്കർ കഹ നട്കഡും എന്ത് ചെയ്ത് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു ചേട്ടാ എന്ത് ചെയ്ത് കപ്പടേ സൂക്ക് ഗേ എന്ന് പറഞ്ഞു. തപ്പി നട്കഡ് കോ പോക്കർ കിനാരെ നട്കഡിന് ആ പോക്കർ കിനാരെ താലാബിൻ്റെ അരികത്തായിട്ട് ഏക്ക് ചിക്കനീ ഒരു മിനുസമുള്ള ഗിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോട്ടാ പത്തർ ചെറിയ കല്ലിനെയാണെന്ന് പറയുന്നത് ഗിട്ടി ദിഖായിപ്പടി കണ്ടു. അവനെന്ത് ചെയ്ത് ആ പോക്കറിൻ്റെ അടുത്തായിട്ട് കുളത്തിനടുത്തായിട്ട് എന്ത് കിടക്കുന്നുണ്ട് ഒരു ചെറിയ മിനുസമാർന്ന കല്ല് കിടക്കുന്നതായിട്ട് കണ്ടു. നട്കഡിനെ ഉസെ ഉഡാലിയ നട്കഡ് എന്ത് ചെയ്ത് ഉസെ ഉഡാലിയ അതിങ്ങെടുത്തു. ഓർ എന്ത് ചെയ്ത് തിർച്ചേ ഹോക്കർ നമ്മൾ വെള്ളത്തിനകത്തോട്ട് കല്ലെടുത്ത് ഇങ്ങനെ വിളച്ചെറിയുമല്ലോ. തിർച്ചേ ഹോക്കർ വളഞ്ഞിട്ട് ഊസേ ഇസ് തരക് പേങ്ക വളഞ്ഞ് അവൻ എന്ത് തിർച്ചേ ഹോക്കർ അവൻ വളഞ്ഞുകൊണ്ട് കുനിഞ്ഞെന്ത് ചെയ്തിട്ട് ഉഡാലിയ ഒരു തിർച്ചേ ഹോക്കർ വളഞ്ഞ് ഉസേ ആ കല്ലിനെ ഇസ് തരക് പേങ്ക ഇങ്ങനെ എറിഞ്ഞു. എങ്ങനെ കി ഗിട്ടി പാനിയും കി സതക് പർ എന്താ സതക് എന്ന് വെച്ചാൽ മുകൾ പരപ്പ് ഉപരിതലം. ആ വെള്ളത്തിൻ്റെ മുകൾ പരപ്പിൽ ഉപരിതലത്തിൽ ഉജൽത്തി തുള്ളിച്ചാടി എന്ത് ചെയ്യുന്നത് തക്ക് ചൽഗൈ എന്ത് ചെയ്ത് അങ്ങ് വളരെ ദൂരത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്ത് ആ കല്ലെടുത്ത് അവൻ വളഞ്ഞ് അവൻ എന്ത് ചെയ്ത് ആ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എറിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് പാനീമേ ഉജൽത്തി വെള്ളത്തിൽ ഇങ്ങനെ ചാടി എന്ത് ചെയ്ത് അത് ദൂരത്തക്ക് ചലിയുകയും. അപ്പം ദേക്കാതേക്ക് അങ്ങനെ നോക്കുമ്പോൾ ചട്പടിനെ പി ഏക്ക് ഗിഡി ഉടാക്കർ ചട്പടും എന്ത് ചെയ്ത് ഈ സമയത്ത് എന്ത് ചെയ്ത് ഏക്ക് പത്തർ ചോട്ടാ പത്തർ ഉടാക്കർ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ഫേങ്കുതി എറിഞ്ഞു. ലേക്കിൻ എന്നാൽ ഉസ്കി ഗിഡി അവൻ്റെ കല്ലെന്തി ഏകദം പാനീമേം ഗുഡബ് ഹോകെ എന്താ ഗുഡബ് ഹോനാന്ന് വെച്ചാൽ അപ്രത്യക്ഷ ഹോജാന എന്ത് ചെയ്ത് അവൻ്റെ കല്ലെന്ത് ചെയ്ത് നമ്മുടെ വെള്ളത്തിൽ എന്ത് ചെയ്ത് അങ്ങ് മുങ്ങിപ്പോയി. അപ്പോൾ ബെഡേ ചേട്ടാ തുംകോ നിങ്ങൾക്കേ ഗിട്ടി പൈരാന നഹിയാത്ത നിങ്ങൾക്ക് ഈ കല്ല് ഇങ്ങനെ എറിയാനൊന്നും അറിയില്ല. ചോട്ടെ അതേ അനിയ തും സിഖാ സക്തേ ഹോ നിനക്ക് എന്നെ ഒന്ന് അതെങ്ങനെയാണെന്ന് പഠിപ്പിക്കാമോ? അപ്പോൾ പറഞ്ഞു ക്യോം നഹീം എന്തുകൊണ്ട് പറ്റില്ല പറ്റുമല്ലോ പഠിപ്പിക്കാം. അഭീലോ എടുത്തോട്ടെ. നട്കഡിനെ ധ്യാൻ സേക്ക് നീച്ച് ദേക്ക് താഴേക്ക് നോക്കിയിട്ട് ഗിഡി ഒരു കല്ല് ഉഡായി എടുത്തിട്ട് और चटपट को दिखाते हुए बोला ചട്പടിനെ എന്ത് ചെയ്ത് ദിഖാത്തെ ഹുയേ കാട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഗിഡി ഐസേ ലോ ദാണ്ടേ ഈ ഗിഡി ഈ പത്തർ ഇങ്ങനെ പിടിക്കും
ജോ സ്യാദാ ഭാരി ഔർ കുർദരി നഹോ. സ്യാദാ ഭാരി ആകരുത്, നല്ല വെയിറ്റ് ഉള്ളതും ആകരുത്, എന്ത് ചെയ്ത് കുർദരി അതിനെന്ത് ചെയ്യും, നല്ല പരുപരുത്തതും ആയിരിക്കരുത്. കല്ല് നല്ലതാണ്ട് എടുത്തിട്ട് ഇങ്ങനെ പിടിക്കും. ഹൽക്കി നല്ല വെയിറ്റ് കുറഞ്ഞ നല്ല മിനുസമാർന്ന, ചിക്കനി ഹോ മിനുസമുള്ളതായിരിക്കണം. ഔർ ഉസേ ഇസ് തരക് ഫേങ്കോ, ദാണ്ടെ അതിനെ ഈ കല്ലിനെ ഇസ് തരക് ഇപ്രകാരം ഫേങ്കോ ഇങ്ങനെതാ വലിച്ചെറി എന്ന് ആര് പറഞ്ഞു? നട്കഡ് ബഡേ ഭായിയെ പഠിപ്പിച്ചു. ലേക്കിൻ എന്നാൽ അബ്തക്ക് അപ്പോഴേക്കും ചട്പട്ട് കാ ധ്യാന്, ചട്പട്ടിൻ്റെ ശ്രദ്ധ, ധ്യാൻ ബൺ ചുക്കാത്ത എന്ന് വെച്ചാൽ ശ്രദ്ധ മാറിപ്പോയി. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ചട്പട്ടിൻ്റെ ശ്രദ്ധ മാറിപ്പോയി. വഹു പോക്കർ കെ പാനി പർ, അവനെവിടേക്കാ ശ്രദ്ധിച്ച? ആ പോക്കറിലെ വെള്ളത്തിൽ തൈർത്തി നീന്തുന്ന ബദക്കോ ധ്യാൻ സെ ശ്രദ്ധയോടെ ദേഖ് രഹാധ, എന്ത് ചെയ്ത്? അവൻ ശ്രദ്ധയോടെ അവൻ എന്ത് ചെയ്ത്? ആ കുളത്തിലെ താറാവിനെ നോക്കിക്കൊണ്ടിരുന്നു. മനസ്സിലായല്ലോ? എല്ലാവരും നന്നായി പാഠങ്ങൾ വായിക്കണം.